ഇതാരാ? നമ്മുടെ തൊരപ്പൻ തങ്കുവല്ലേ? അയ്യോ, പ്രായത്തിന് ബഹുമാനിക്കണം. സോറി. നമ്മുടെ തങ്കപ്പൻ ചേട്ടനല്ലേ? എന്താണ് അണ്ണാ ഈ വഴി? സുഖമാണോ? അതാദ്യം ചോദിക്കട്ടെ. അല്ല ചേട്ടാ, ഇന്ന് അവിടെ ചുമര ഇളക്കി പൊളിക്കുന്ന പണിയൊന്നും ഇല്ലേ? വെറുതെ ഇരിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ കുത്തി സമയം കളയുന്ന സമയത്തിന് വേഗം പോയിട്ട് അവിടെ വല്ല സിമെന്റോ അല്ലെങ്കിൽ കട്ടയോ വല്ലതും കുത്തി പൊളിക്കാനോ ചുരണ്ടി പൊളിക്കാനോ ഉണ്ടോ നോക്ക്. 4-5 ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും വീടിന്റെ വിഷയം വല്ല വിവാദമാക്കണമെങ്കിൽ കുറച്ചും കൂടെ പൊളിയണം. ഈ ഫോണിലൊക്കെ കുത്തി ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ നടക്കും പരിപാടിയെല്ലാം? ഈ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ ആരാണ്ട് എന്നോട് പറഞ്ഞു അതിനകത്തൊരു കമന്റ് കിടപ്പുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് സൂം ചെയ്ത് നോക്കിയ സമയത്ത് തങ്കച്ചൻ ചേട്ടനാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി പുള്ളീനെ ഫോട്ടോ വെച്ച് ആരെങ്കിലും ഫേക്ക് ഐഡി ഉണ്ടാക്കിയാണെങ്കിൽ തങ്കച്ചൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫോണിൽ കുത്തിരുന്ന സമയം കളയാണ്ട് അവിടെ പോയിട്ട് വല്ല എന്തെങ്കിലും സീലിങ്ങോ അല്ലെങ്കിൽ വല്ല മതിലോ ചുമരോ പുട്ടിയോ വല്ലതും ഇളക്കി പറിക്കാനുണ്ടെങ്കിൽ വേഗം അങ്ങ് പറിച്ചു വിട്. നമുക്ക് അടുത്ത കണ്ടന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സമയം പോകുന്നു. ഓക്കെ, ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ടൈമില്ല. നമുക്ക് ഇവരോട് ആരോടും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് വൈരാഗ്യങ്ങളും ദേഷ്യമോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പം മറുപടി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? നമ്മളൊക്കെ കണ്ടന്റിന്റെ ഭാഗമായിട്ട് വീഡിയോയിൽ ഓരോ വസ്തുതകൾ പറഞ്ഞു പോകുന്നു എന്നല്ലാണ്ട് ഇവരുടെ മെക്കിട്ട് കയറാനോ ഇവരെ തെറി വിളിക്കാനോ നമ്മൾ നിൽക്കുന്നില്ല. എടി പൊടി എന്നൊക്കെ. ചിലപ്പോൾ ഒരു മകളുടെ സ്നേഹം കൊണ്ടായിരിക്കാം നീ പൊടി എന്ന് നമ്മളെ വിളിച്ചത്. അങ്ങനെ കരുതുന്നു. അല്ലെങ്കിൽ അടി. വീഡിയോ തുടർന്നെടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ വോയിസ് ആയിട്ട് വന്നേക്കുന്നത്. ഇന്നലെ ഞാനിട്ടൊരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ തങ്കപ്പൻ ചേട്ടൻ വന്നിട്ടൊരു കമന്റ് ഇട്ടായിരുന്നു. കമന്റ് ഇങ്ങനെയാണ്, നീ പൊടി എന്നാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിന്റെ അബോർഷൻ കേസ് ഇട്ട് പ്ലസ് നമ്മുടെ സജീന വ്ളോഗ്സ് എനിക്കെതിരായിട്ടൊരു കമന്റ്, എൻ്റെ അപ്പനെ വിളിച്ചൊരു കമന്റിന്റെ മറുപടിയും കൂടിയായിരുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോന്റെ താഴെ പുള്ളിക്കാരൻ വന്ന് കമന്റ് ഇട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. ആ ഒരു വീഡിയോന്റെ താഴെ ഒരു ഫാദർ എന്ന നിലയിലാണ് പുള്ളി വന്ന് കമന്റ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മകളുമായിട്ട് താനുമായിട്ട് യാതൊരു വിധത്തിലുള്ള പരിചയമില്ലാത്ത ചില ആൾക്കാർ വന്നിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും അവരെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും പറയുന്ന സമയത്ത് ആസ് എ ഫാദർ അയാൾക്കുണ്ടാകുന്ന ഒരു വിഷമമാണ് ആ ഒരു കമന്റിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ മകളെക്കുറിച്ചാണ്, അവരുടെ മകളുടെ കൂട്ടുകാരിനെ കുറിച്ചാണ്. അപ്പം പേഴ്സണലി ഒരുപക്ഷെ പുള്ളിക്കാരനത് ഹേർട്ടായിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ആ കമന്റിന് പിന്നിൽ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ പുള്ളിക്കാരനിട്ട കമന്റിന്റെ താഴെ മറ്റു പലരും അയാളെ വിമർശിച്ചുകൊണ്ട് കമന്റ്സ് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മകളുടെ സംസാരത്തിലെയും പെരുമാറ്റത്തിലെയും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേമാതിരിയുള്ള റിയാക്ഷൻ വീഡിയോസിനോ ട്രോളുകൾക്കോ കമന്റുകൾക്കോ വിധേയനാവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് നമ്മുടെ തങ്കപ്പൻ ചേട്ടൻ ഒന്ന് സ്വയം ചിന്തിച്ചാൽ നല്ലത്. എനിക്ക് പുള്ളിക്കാരനോട് ദേഷ്യമോ വാശിയോ ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തങ്കോണന്റെ ഒരു വലിയ ഫാൻ ഗേളാണ് സർ. പിന്നെ തങ്കോണ്ട ആ യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ചർ അങ്ങ് മാറ്റിയേക്ക്. ഇപ്പോഴുള്ള മുഖവും ആ മുഖവും തമ്മിലൊരു ഗുമ്മില്ല കാണാൻ.